മുത്തഖിയാവാൻ. ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല എന്നല്ലേ പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിലും അതിനല്ലേ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ എന്ന് പറഞ്ഞത് എന്തിനാ? ഈ തഖ്വയുടെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ്. വസീലയും അതുപോലെ ആ വസീലയാക്കപ്പെടുന്ന വസ്തു സാദിക്കാകണമെന്നുള്ള നിയമവും. അപ്പൊ എന്തിനാ ഈ വസീല വേണമെന്ന് പറഞ്ഞത്? ശരീഅത്തിന് വേണ്ടിയിട്ടാണ്, ശരീഅത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് വസീല വേണമെന്ന് പറഞ്ഞത്. ഈ ഖുർആൻ പറഞ്ഞ വസീലയെയാണ് പിന്നീട് തരീഖത്ത് എന്ന് പറഞ്ഞ് ഇവിടെ പരസ്യമാക്കപ്പെട്ടത്. ഈ മാധ്യമം ആരായിരിക്കണം? മധ്യവർത്തി, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ആ മാധ്യമം ആരായിരിക്കണം? അത് സാദിക്കാവണം, മുത്തഖിയാവണം, ആലിമാവണം, ശരീഅത്തിൽ നിന്ന് അണുവിടെ വ്യതിചലിക്കാത്ത ഒരു ആലിമാവണം, ലാഹിറും ബാത്തിനും ഒരുപോലെ ഇരിക്കണം. ശരീഅത്തിനെ വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ആദർശമാണോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇവിടെ പറയുന്നത് എങ്കിൽ അയാൾ കള്ളനും തമ്മാടിയും ഈ ലോകത്ത് തള്ളപ്പെടേണ്ട ആളുമാണ്. അവ ഇവിടെ എത്തൂല്ലല്ലോ. ഓരോ മഹാന്മാരായ ഔലിയാക്കന്മാർ ജനങ്ങളുടെ മാനസികാവസ്ഥയും ജീവിതശൈലിയും ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായി കണ്ടപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ ആ ഇൽമു തസവുഫ് അഥവാ ശരീഅത്തിന്റെ മഹത്തായ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ ഉപയുക്തമായ ആന്തരികമായ ചില മാറ്റങ്ങളുടെ ആന്തരികമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെയും താബീങ്ങളെയും പോലെയുള്ള ആന്തരികമായ മാറ്റങ്ങളും വ്യതിയാനങ്ങളും പിൽക്കാലത്തുള്ള ജനങ്ങളിൽ കാണാതായപ്പോൾ അത്തരക്കാര ആളുകൾക്ക് പ്രത്യേക കോച്ചിങ് നൽകിക്കൊണ്ട് ശരീഅത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഓരോ തരീഖത്തുകളായി ഇങ്ങനെ വന്നു. ഇവിടെ ഖാദിരിയ തരീഖത്ത് ശൈഖ് മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ തരീഖത്ത് ഖാദിരിയ, ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തരീഖത്ത് റിഫായിയ, ഇങ്ങനെ ഓരോ തരീഖത്തുകളും വന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങൾ ഇങ്ങനെ മാറി വന്നപ്പോഴാണ്. ഇതുപോലെ ഈ കക്ഷികൾ വന്നപ്പോൾ അഹ്ലുസുന്നത്തുൽ ജമാ എന്ന പേരിൽ ലോകത്തുള്ള ഹക്കിന്റെ അഹലുകാര് സംഘടിച്ചതുപോലെ ഭൗതികതയിലേക്ക് ജനങ്ങൾ വഴിവിട്ടു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ യഥാർത്ഥമായ ശരീഅത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ ഉപയുക്തമായ മഹത്തായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആദർശ സിദ്ധാന്തത്തെ തരീഖത്ത് എന്ന് പിൽക്കാലത്ത് വിളിച്ചു എന്നതല്ലാതെ ശരീഅത്ത് വേറെ തരീഖത്ത് വേറെ എന്നൊരു സമ്പ്രദായം വാസ്തവത്തിൽ ഇസ്ലാമിന് അന്യമാണ്. ശരീഅത്തില്ലാതെ തരീഖത്തില്ല, അതെങ്ങനെ ഉണ്ടാവാനാ? ശരീഅത്തിന്റെ മാർഗരേഖയാണ് തരീഖത്തെങ്കിൽ, ശരീഅത്തിനെ പ്രാപിക്കലാണ് തരീഖത്ത് എങ്കിൽ, ഈ തരീഖത്തില്ലെങ്കിൽ ശരീഅത്തില്ലെങ്കിൽ പിന്നെ തരീഖത്തുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു തരീഖത്തുകാരൻ ഏതെങ്കിലും ഒരു വാദമുറ ഉന്നയിച്ചാൽ ആ വാദത്തിന് അയാൾ ഇവിടെ ഹാജരാക്കാണ്ട തെളിവേതാ? ശരീഅത്ത്. ഒന്നുകിൽ അദ്ദേഹം ഖുർആൻ തെളിവ് ഹാജരാക്കണം, അല്ലെങ്കിൽ ഹദീസ് ഹാജരാക്കണം. ഇസ്ലാമിക രംഗത്തുണ്ടാകുന്ന ഏതെല്ലാം കാര്യങ്ങൾക്കും ഏതെല്ലാം വസ്തുതകൾക്കും അവർ ഹാജരാക്കേണ്ട തെളിവ് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസുമാണെങ്കിൽ ഈ ശരീഅത്തിന്റെ അംഗീകരിക്കപ്പെട്ട ഒരിക്കലും തള്ളാൻ കഴിയാത്ത ആ ചതുർവാദങ്ങൾ ചതുർലക്ഷ്യങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ ഈ ലോകത്ത് ആർക്കും അവകാശമില്ല എങ്കിൽ ഏതൊരു തരീഖത്തുകാരനും തന്റെ വാദത്തെ സ്ഥിരപ്പെടുത്തേണ്ടത് ഈ ചതുർലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ചതുർലക്ഷ്യങ്ങൾ തന്നെ ശരീഅത്തിന്റെ അടിത്തറയാണ് എങ്കിൽ ശരീഅത്തിന് വേണ്ടിയല്ലാതെ തരീഖത്ത് മറ്റെന്തിനാ? ജനങ്ങൾ പറയുന്നത് പോലെ, വിഡ്ഢികൾ പറയുന്നത് പോലെ ശരീഅത്തിലെ ഉലമാക്കൾക്ക് വിവരമില്ല എന്ന് വിഡ്ഢികളെ പറയും. ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുൽ കരീം അൽ ജീലി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ സുപ്രസിദ്ധ ഗ്രന്ഥമായ അസ്സൈർ വസ്സുലൂക്കിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, നഫ്സിന്റെ 7 മഖാമാത്തിന്റെ കൂട്ടത്തിൽ അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമ എന്ന് പറയുന്ന 3ാമത്തെ മഖാമിൽ വെച്ചുകൊണ്ട് വഴിതെറ്റിപ്പോകുന്ന വിഭാഗങ്ങളാണ് കള്ളശേഖന്മാര്.
കള്ളത്തരീക്കത്തുകാർ അങ്ങനെ. അപ്പൊ ഇയാൾ ആദ്യം നല്ലൊരു ശേഖനായിട്ട് പിൻപറ്റിയിട്ടുണ്ടാവും, ബയ്യത്ത് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അയാൾക്ക് ഒന്നാമത്തെ മക്കാമ് കഴിഞ്ഞു. രണ്ടാമത്തെ മക്കാമ് കഴിഞ്ഞു, അമ്മാറത്ത് ലവ്വാമത്ത് മുൽഹിമത്തിലേക്ക് എത്തുമ്പോ അപ്പോഴേക്കും ഇയാൾക്ക് അഹങ്കാരമോ ലോകമാന്യമോ കൽബിൽ വരികയും തന്റെ ശൈഖിനോട് പുച്ഛം തോന്നുകയും ചെയ്താൽ ആ സെക്കൻഡിൽ അദ്ദേഹം വലയലത്തിലായി. പക്ഷേ അത് വാസ്തവത്തിൽ ആ മനുഷ്യൻ അറിയുന്നില്ല. അതുവരെ തനിക്ക് ലഭിച്ചിരുന്ന വസാറത്തും തന്റെ മാനസികോല്ലാസവും അയാൾക്ക് വീണ്ടും തുറന്ന് ലഭിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊരു സംഭവം താൻ അറിയാതെ തന്നിൽ നടന്നത് അറിയാതെ പോയി. അങ്ങനെ വന്നാൽ അയാൾക്കുള്ള ശിക്ഷ എന്താണ് എന്നാണ് അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹു തആല അയാളെ ദഅവൽ കാദിബ കൊണ്ട് പരീക്ഷിക്കും, കള്ളപ്രചരണങ്ങളെ കൊണ്ട്. അയാൾ തനിക്കില്ലാത്ത കള്ളയായ വാദങ്ങൾ വാദിക്കുന്ന, അതാണ് നേരത്തെ അസ്സനി ഇവിടെ പറഞ്ഞത്. കള്ളവാദങ്ങൾ കണ്ടില്ലേ ഓരോ ശൈഖന്മാര് പറയുന്നത്? തനിക്ക് എന്തെല്ലാം പേര് കിട്ടാനുണ്ടോ അതൊക്കെ ഇവിടെ അറിയപ്പെടണം അദ്ദേഹത്തിന് മനസ്സ് മന്ത്രിക്കുന്നത്. എന്തൊക്കെ തനിക്ക് ജനങ്ങൾക്കിടയിൽ ഇവിടെ സ്വാധീനം കിട്ടണമോ അതിനുവേണ്ട എല്ലാ നുണകളും അയാൾ പറഞ്ഞുണ്ടാക്കും. വാസ്തവത്തിൽ അത്തരത്തിൽ ഒരു ഉന്നതമായ മക്കാമിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്ന അവസ്ഥ തന്നെ ഇല്ല. ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. തന്റെ ഹിക്കമിൽ മാ അറാദത്ത് ഹിമ്മത്തു സാലികി അൻ യഖിവ, ഒരു മനുഷ്യനും ഒരു സാലിക്കിന്റെ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഇൻബിആസുൽ ഖൽബി അലാ തലബി ശൈഇ, ഒരു വസ്തു സ്വന്തമാക്കാനുള്ള മാനസിക പ്രേരണയുടെ ചലനാത്മകതക്കാണ് ഹിമ്മത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഹിമ്മത്ത് ഒരു സാലിക്കിന്റെ, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ് അള്ളാഹുവിന്റെ മാർഗം. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ഖുൽ നബിയെ താങ്കൾ അവരോട് പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. അപ്പൊ ഇത്തിബാഉർ റസൂലാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം നബിചര്യ പിൻപറ്റലിലൂടെ ഒരാൾ നിർവഹിച്ചങ്ങ് മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് തനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതപരമായി തോന്നിയാൽ അവിടെ താൻ നിൽക്കാൻ വിചാരിച്ചാൽ ഹഖായിഖിന്റെ അശരീരി അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടല്ലാതെയില്ല, അല്ലദീ തതുലുബു അമാമക്, നീ അന്വേഷിക്കുന്നത് എന്താണോ അത് നിന്റെ കുറച്ചുകൂടെ മുമ്പിലാണ്. അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ അന്വേഷിക്കുന്ന കുറെ കൂടെ പോകണം, അതൊരു എൻഡില്ല. ഇതാണ് അവസ്ഥയെങ്കിൽ ഒരാൾ ഉന്നത മക്കാമിലേക്ക് എത്തിയെന്ന് എങ്ങനെ ധരിക്കും? അയാൾക്കെങ്ങനെ ഉറപ്പിക്കാനാകും? ഏതെങ്കിലും ഔലിയാക്കന്മാരോ മശായിഖന്മാരോ അങ്ങനെ ഉറപ്പിച്ച് ഇവർ താൻ സ്വർഗത്തിലാണെന്ന് ലോകത്തിനോട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എല്ലാവരും സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിന്റെ അഹലുകാരനാണ്, ബാക്കി എല്ലാവരും നരകത്തിലാണ്, എന്റെ തരീഖത്ത് പിടിക്കാത്ത ആളുകളൊക്കെ നരകത്തിലാണ് എന്ന് ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? ഒരു ജീവിച്ചിരിക്കുന്ന അമുസ്ലിമിനെ പോലും അയാൾ നരകത്തിന്റെ അവകാശിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു മുസ്ലിമിന് അവകാശമില്ലെന്നാണ് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ഒരു അമുസ്ലിമായ ഒരു വേലായുധനെ പറ്റി, ജീവിച്ചിരിക്കുന്ന വേലായുധനെ പറ്റി പറയാൻ ഒരു മുസ്ലിം, ഒരു സുന്നി ഇയാൾ കാഫറാണ്, ഇയാൾ നരകത്തിലാണെന്ന് പറയാൻ പാടില്ല. എന്താ കാരണം? അയാൾ ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലോ അയാൾ എന്തൊന്നും നരകത്താന്ന് പറയാനൊക്കൂലല്ലോ. അങ്ങനെയാണ് ഇസ്ലാമിക നിയമമെങ്കിൽ തന്റെ തരീഖത്തിൽപ്പെടാത്ത ബാക്കി എല്ലാവരും നരകത്തിലാണെന്ന് പറയാൻ ഒരു മനോരോഗിക്കേ കഴിയൂ, അല്ല സാധാരണ ബോധമുള്ള ആൾക്ക് കഴിയില്ല.
തന്റെ തരീക്കത്ത് പിടിച്ച ആൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് ആരാ പറഞ്ഞേക്ക്? ഇവിടെ 4 മദ്ഹബിന്റെ ഇമാമുകളുണ്ട്. ഈ മദ്ഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും പറഞ്ഞു എന്റെ മദ്ഹബ് പിടിച്ച ആൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന്? ഇനിയിപ്പോ അങ്ങനെ നമ്മൾ വാദത്തിന് സമ്മതിക്കുക, അങ്ങനെ ഒരു തരീക്കത്ത് വിവിധങ്ങളുണ്ട് എന്ന്. എന്നാലും വേണ്ടിയില്ല, ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞു എന്റെ മദ്ഹബിൽ വന്നാൽ മാത്രമേ സ്വർഗത്തിൽ കിടക്കുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞോ? അതുപോലെ തന്നെ ഇവിടെ വിശ്വാസപരമായിക്കൊണ്ട് 2 മദ്ഹബുണ്ട്. അബു മൻസൂർ അൽ മാദരീദി, അബുൽ ഹസൻ അശ്ശരി, ഇവരാരെങ്കിലും പറഞ്ഞോ എന്റെ മദ്ഹബ് പിടിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന്? ആരും പറഞ്ഞില്ലല്ലോ. അബൂ ഹനീഫ പറഞ്ഞില്ല, മാലിക് മദ്ഹബുകാരനാണെന്ന് പറഞ്ഞില്ല, ശാഫിഈക്കാരൻ നിരല്ല, ഹക്കിന്റെ അഹലുകാരാണ് താനും. മഹാനായ അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ ശരീഅത്തിന്റെ പ്രസിഡന്റാ, തരീഖത്തിന്റെ. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞോ എന്നെ പിടിച്ചാൽ മാത്രമെന്നെ സ്വർഗത്തിൽ പോകും, അല്ലാത്തവരൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞോ? ഇല്ല. അവരൊക്കെ എന്താ? ഹുദാത്തുൽ ഉമ്മയാണ്. ബഹുമാനപ്പെട്ട വിശ്വാസപരമായ കാര്യം പഠിപ്പിക്കുന്ന സുപ്രസിദ്ധ ഗ്രന്ഥമാണ് ജൗഹറത്ത്. ആ ജൗഹറത്തിൽ പറയുന്നു വമാലികുൻ വസഹീറുല്ലാഹിമ്മാ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ. വമാലികുൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വസായിറുൽ അഇമ്മ, മറ്റ് ഇമാമുകളും എല്ലാവരും തന്നെ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ. അപ്രകാരം അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഹുദാത്തുൽ ഉമ്മയാണ്, ഈ ഉമ്മത്തിന്റെ മാർഗദർശികളാണ് എന്ന് ഉലമാലോകം പിൽക്കാലത്ത് പരിപൂർണമായും അംഗീകരിച്ചിരിക്കുന്ന മഹാന്മാരായ ആ ഉലമാക്കള് പോലും ഇത്തരം ഓരോ കാര്യം പറഞ്ഞില്ലെങ്കിൽ തന്റെ ശരീഅത്ത്, തന്റെ തരീഖത്ത് മാത്രമാണ് ഹക്കെന്നൊരാൾ വാദിച്ചാൽ ആ വാദം വിഡിത്തമാണ്. അങ്ങനത്തെ ഒരു ദീൻ ഇവിടെയില്ല. അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ദീൻ ശരീഅത്തിനെ പരിപൂർണമാക്കാൻ വേണ്ടി ആണ് ശരീഅത്തിനേക്കാൾ വലുത് എന്നുള്ള തെറ്റായ ധാരണയാണ് അപകടത്തിൽപ്പെടുത്തിയത്. ശരീഅത്തിനേക്കാൾ വലുതാണ് തരീഖത്ത് എന്നുള്ള ധാരണയാണ് അപകടത്തിൽ പറ്റിയത്. ശരീഅത്ത് തന്നെയാ. ശരീഅത്തില്ലെങ്കിൽ ഇവിടെ തരീഖത്തുണ്ടോ? എന്തിനു വേണ്ടിയാ തരീഖത്ത് വേണ്ടി വന്നത്? ശരീഅത്തിനെ പോഷിപ്പിക്കാനല്ലേ? എന്താ ഈ തരീഖത്തുകാര് പറയുന്നത്? എല്ലാ റവാത്തിബ് നിസ്കാരങ്ങളും നിസ്കരിക്കണം. ളുഹറിന് മുമ്പ് 4, ശേഷം 4, അസറിന് മുമ്പ് 4 ളുഹാക്കണം. തരീഖത്തിലേക്ക് തസ്ബീഹ് നിസ്കാരം നിന്റെ തരീഖത്തിന്റെ അക്കൗണ്ടിലാ പറവക്കല്. ഇതൊക്കെ ശരീഅത്തിലല്ലേ? ഈ അവ്വാബ് നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും അതുപോലെ ദിക്ർ, സദാസമയത്ത് ദിക്റെല്ലാം പഠിപ്പിച്ചതാരാ? ഖുർആനല്ലേ? വദ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ധാരാളം ദിക്ർ ചെല്ലാൻ. ഇത് ശരീഅത്തല്ലേ? ഇത് നിന്റെ തരീഖത്തിന്റെ ബുക്കിൽ വരവെക്കാൻ ആരാ പറഞ്ഞത്? ഇതൊക്കെ ഇവിടെ ശരീഅത്ത് തന്നെയാ. തരീഖത്തുകാർ എന്ത് പറയുന്നുണ്ടോ അതൊക്കെ ശരീഅത്ത് തന്നെയാ. ദിക്റിനെ വർദ്ധിപ്പിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ശരീഅത്താണ്. ഹു അല്ലാഹ് എല്ലാം പറഞ്ഞാൽ അത് ശരീഅത്താണ്. ശരീഅത്തിലെ ഹു അല്ലാഹ് ഖുർആനിൽ തന്നെ ഖുൽ ഹു അല്ലാഹ്, ഖുൽ ഹു അല്ലാഹ്, ഖുൽ നബിയെ താങ്കൾ പറയൂ ഹു അല്ലാഹ് എന്ന് പറയൂ. ശരീഅത്തല്ലേ? ഇപ്പൊ തരീഖത്തിന്റെ ദിക്ർ അതാണ്. ശരീഅത്തുകാർക്ക് വേറെ ദിക്റാണ്, ഞങ്ങൾക്ക് വേറെ ദിക്റാണ്. ഹു, ഇത് ശരീഅത്തല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഖുർആൻ പറഞ്ഞില്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ആഹ്, ഇത് ശരീഅത്തല്ലേ? ആഹ് എന്ന ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആഹ് എന്നുള്ളത് ഖേദത്തിന്റെ ശബ്ദമാണ്, തേങ്ങലാണ്. അത് തേങ്ങലിന്റെ ശബ്ദമാണ് ആഹ് എന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇന്നൽ അനീന ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്, എല്ലാ തേങ്ങലുകളും അല്ലാഹുവിന്റെ ഇസ്മാണ്. അത് ശരീഅത്തല്ലേ? എന്നിട്ട് ശരീഅത്തിൽ നിന്ന്, ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും വളരെയധികം ആഴമേറിയ നിയമങ്ങളെ കണ്ടുപിടിച്ച ആ ദിക്റുകളെയും മറ്റും കണ്ടുപിടിച്ച് സാധാരണക്കാരായ ഒരു സാമാന്യ ആലിമീങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഇവന്മാര് കണ്ടുപിടിച്ച് അത് തരീഖത്തിന്റെ അക്കൗണ്ട് ബുക്കിൽ വരവ് വെച്ചിട്ട് ഇത് തരീഖത്തൊന്ന് വേറെ ശരീഅത്തൊന്ന് വേറെ എന്ന് ഈ സമൂഹത്തെ തെറ്റിദ്ധാരണ പഠിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന ഈ സകല നാശങ്ങൾക്കും കാരണം. ശരീഅത്തും തരീഖത്തും രണ്ടും രണ്ടല്ല. ശരീഅത്തിനെ താങ്ങി നിൽക്കാൻ ഉപയോഗിക്കുന്ന താങ്ങാണ് തരീഖത്ത്. ഒരത്താണി.
ശരീഅത്ത് താഴെ വീണു പോവാതിരിക്കാൻ അതിനൊരു താങ്ങ് കൊടുക്കുന്ന ഒന്നാണ് തരീഖത്ത്. അല്ല, ശരീഅത്തൊന്ന് വേറെ, തരീഖത്ത് മറ്റൊന്നല്ല. ഈ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ അവർ തരീഖത്തിലേക്ക് വന്നപ്പോൾ ഇബാദത്ത് കൂട്ടുകയാണോ അതല്ല കുറയ്ക്കുകയാണോ ചെയ്തത്? കൂട്ടല്ല ചെയ്തത്. തരീഖത്തിലേക്ക് ഒരാൾ കയറുമ്പോൾ ഇബാദത്ത് കൂട്ടി. എന്ത് ഇബാദത്ത്? ആരെങ്കിലും വേറെ നിസ്കാരം പുതുതായി ഉണ്ടാക്കിയോ? അവര് തറാവീഹ് 20 തന്നെ നിസ്കരിച്ചില്ലേ? അവർ ഇശാ നിസ്കാരം 4 റക്അത്തും മഗ്രിബ് 3 തന്നെയല്ലേ നിസ്കരിച്ചത്? ആരും കൂട്ടിയില്ലല്ലോ. റവാത്തിബ് നിസ്കാരം നിശ്ചയിക്കപ്പെട്ടത് വിട്ട് ആരെങ്കിലും കൂട്ടിയോ? അവ്വാബ് നിസ്കാരം നിശ്ചയിക്കപ്പെട്ടല്ലേ നിസ്കരിച്ചുള്ളൂ. അപ്പൊ നമുക്ക് തസാഹുലായിരിക്കുന്ന, നമുക്ക് മടി മൂലം നാം ചെയ്യാതിരുന്ന കാര്യങ്ങളെ മാനസിക പ്രചോദനം നൽകി ശരീഅത്ത് നിശ്ചയിച്ച കാര്യങ്ങളെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാസക്രിയയാണ് തരീഖത്ത് എന്ന് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ഈ യാഥാർത്ഥ്യത്തെ മറികടന്നുകൊണ്ട് എന്താ മനസ്സിലാക്കി സമൂഹം? തരീഖത്ത് എന്ന അത്ഭുതം കാട്ടുന്ന ഒരാളെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് അയാളെ അങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിച്ച് തലയിലേറ്റി നടക്കുക. കണ്ട കയ്യും കാലും തലയും ഒക്കെ പിടിച്ച് മുത്തുക, ചുംബിക്കുക. പടി ജാഹിലാണെങ്കിൽ പോലും ഇൽമെന്താന്ന് അവനക്കറിയോ? എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ അത്ഭുതത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അത്ഭുതങ്ങൾ വിവിധ ഇനമാണ്. ഒന്ന്, തന്റെ പ്രകൃതി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കഴിവുകൾ നിമിത്തം താൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ. ഹിപ്നോട്ടിസം പോലെ ജീവിച്ചിരിക്കുന്ന, വളർന്നിരിക്കുന്ന ആളെ ചില പ്രത്യേക അടയാളങ്ങളും ചില ആംഗ്യങ്ങളും കാണിക്കുമ്പോൾ അയാൾ ഉറങ്ങിപ്പോകുന്നു. 100% ഉണർച്ചിരിക്കുന്ന ആളെ ഒരു ഹിപ്നോട്ടിസ്റ്റ് വന്ന് ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ അയാൾ ഉറങ്ങിപ്പോകുന്നത് നമുക്കൊരു അനുഭവമാണ്, അനുഭവ സാക്ഷിയാണ്. അത്ഭുതമല്ലേ അത്? ഉറങ്ങിയിട്ട് അയാളോട് ചോദിക്കുന്നു, അയാളെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആ മനുഷ്യൻ തന്റെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും ഈ ഹിപ്നോട്ടിസം കാണിക്കുന്ന ഡോക്ടറോട് തുറന്നു പറയുന്നു. അപ്പൊ ആ ഹിപ്നോട്ടിസം കാണിച്ച ആൾ ഔലിയായ ഇല്ല. എന്താ കാരണം? അത്ഭുതം കാണിച്ചില്ലേ? പോട്ടെ, A.T. കോവൂരിനെ പോലുള്ള ഏറ്റവും വലിയ ഈ ലോകത്ത് യുക്തിവാദം വാദിച്ച A.T. കോവൂർ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മങ്ങൾ എടുത്തു കൊടുക്കും സ്റ്റേജിൽ. അയാൾ മരണപ്പെട്ടു. സത്യസായി ബാബ അന്തരീക്ഷ ഭസ്മം എടുത്തു കൊടുക്കുമ്പോൾ അതുപോലെ A.T. കോവൂർ ഇപ്പുറത്ത് എടുത്തു കൊടുക്കും, ഞാൻ എടുത്തു തരാമെന്ന്. സത്യസായി ദൈവമായിട്ട് ഭഗവാനായി വാഴുമ്പോൾ നിരീശ്വരവാദിയായ A.T. കോവൂർ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇതിലാരാ ഒറിജിനൽ ദൈവം? സായിബാബയാണോ അല്ല A.T. കോവൂറാണോ? അത്ഭുതത്തിന്റെ പേരിൽ ഷെയ്ഖായി ചിത്രീകരിക്കുന്ന ആളുകൾ A.T. കോവൂരാവുന്ന യുക്തിവാദിയെ ഷെയ്ഖായി കയ്യും കാലും പിടിച്ച് മുത്തുവോ? അതുപോലെ എന്തൊക്കെ അത്ഭുതങ്ങൾ! അപ്പൊ അത് പ്രകൃതിയാൽ യോഗവിദ്യകളിലൂടെയും മറ്റും തനിക്ക് സ്വരൂപിച്ചെടുക്കാൻ കഴിയുന്ന അത്ഭുത പ്രക്രിയകളാണ് അത്. ഇതാര് പറയുന്നു? ഞാൻ പറയല്ല. ഇത് ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ് തന്റെ സുപ്രസിദ്ധ ഗ്രന്ഥമായ ഫുതുഹാത്തുൽ മക്കീൽ. ഒരു ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വലിയ തരീഖത്തിന്റെ ഉന്നതനായ ശൈഖുൽ അക്ബർ എന്നാണ് ഇബ്നുൽ അറബി തങ്ങളുടെ പേര്. ശൈഖുൽ അക്ബർ. ആ ശൈഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഫുതുഹാത്തുൽ മക്കീൽ പറയാണ്, ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാം. ഇനി രണ്ടാമത്തെ വകുപ്പ്, മനഃശക്തി കൊണ്ടും അത്ഭുതങ്ങൾ കാണിക്കാം. അപ്പൊ മാനസികമായ ചില പ്രത്യേക പ്രക്രിയയിലൂടെ മനഃശക്തി വർദ്ധിപ്പിച്ചെടുത്താൽ ആ മനഃശക്തി കൊണ്ട് പല അത്ഭുതങ്ങളും കാണിക്കാൻ ഒരു സാധാരണ ലോക്കൽ മനുഷ്യന് കഴിയുന്ന, ഇതാരാ പറയുന്നത്? ഇബ്നുൽ അറബിയാണ് പറയുന്നത്. ലോക്കൽ മനുഷ്യന് കഴിയും. പണ്ട് സ്കൈലാബ് വിട്ട് അമേരിക്ക, സ്കൈലാബ് വിട്ടിട്ട് അത് അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി.
എവിടെയും വന്ന് വീഴാമെന്ന് അഭ്യൂഹങ്ങൾ പരന്നു. ഏത് നാട്ടിൽ വീണാലും ആ നാട് നശിച്ചത് തന്നെ. അങ്ങനെ ആകെ കൈവിട്ട് മനുഷ്യൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വിദേശി വനിതയായ മനഃശാസ്ത്രജ്ഞ പറഞ്ഞു, ആരും പേടിക്കണ്ട, എന്റെ മനഃശക്തി കൊണ്ട് ഞാൻ അതിനെ തടഞ്ഞു നിർത്താം. മനഃശക്തി കൊണ്ട് സ്കൈലാബിനെ തടഞ്ഞു നിർത്താം. അത് വലിയത്തോ നഫീസത്ത് ബീവി ഒന്നും അല്ല പറഞ്ഞത്. പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിറ്റി പെണ്ണ. റാബിയത്തുൽ അദവിയോ നഫീസത്ത് ബീവി ഒന്നല്ല പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി പെണ്ണാ പറഞ്ഞത്. മനഃശക്തി കൊണ്ട് അതിനൊക്കെ കഴിയുന്ന ഇത് ഫുതുഹാത്തുൽ മക്കയിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ചതാ. മനഃശക്തി കൊണ്ട് അത്ഭുതങ്ങൾ പലതും കാണിക്കാൻ കഴിയും. കാൽക്കുലേറ്ററിനേക്കാൾ വേഗത്തിൽ എത്ര വലിയ കണക്ക് ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ലേ? ലോകത്ത് പത്രത്തിൽ വായിച്ചില്ലേ? ആ പെണ്ണിനെയും പോയി ഔലിയാക്കിയിട്ട് വാടോ, അതിൻ്റെയും കൈയും കാലം പിടിച്ച് മുത്തിയിട്ട് വാ, ഔലിയാത്തിയല്ലേ? അത്ഭുതം കാണിച്ചാലൊക്കെ ഔലിയാണെങ്കിൽ ഈ ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങൾ തന്നെ പറയാം, ഇങ്ങനെയൊക്കെ മനഃശക്തി കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. 2, ഇബ്നുൽ അറബി നിർത്തുന്നില്ല, 3-ാമത്തെ വകുപ്പ് പറയുന്നു. 3-ാമതായിക്കൊണ്ട് അസ്മാ തൽസമാകുന്ന അഥവാ ഇൽമുൽ ഹുറൂഫ് കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. ഇൽമുൽ ഹുറൂഫ് 28 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിന്റെ ശാഖക്കാണ് ഇൽമുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അത് 28 നക്ഷത്രങ്ങൾക്ക് എണ്ണം അതിന് സമമായിക്കൊണ്ട് 28 അക്ഷരങ്ങൾ. ഈ ഓരോ അക്ഷരങ്ങൾക്കും അതിന് ആന്തരികമായ ഫലപ്രദമാണ് ഓരോ അക്ഷരങ്ങളും. ഈ അക്ഷരങ്ങൾ അതിന്റെ നിർദ്ദിഷ്ട രൂപത്തിൽ അത് പ്രയോഗിച്ചാൽ അതിന്റെ ഫലം വരിക തന്നെ ചെയ്യും. ഇത് ഞാൻ പറയല്ല, ഇബ്നുൽ അറബി തങ്ങളാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അക്ഷരജ്ഞാനത്തിന്റെ ആ വിജ്ഞാനത്തിന്റെ ശരിയായ പ്രയോഗത്തിൽ നിന്നും അത്ഭുതങ്ങൾ കാണിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കും. 3-ാമതായി ദിക്ർ പോലത്തെ ചില വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന സിദ്ധി. കറാമത്ത് അല്ലാത്ത വേള എണ്ണി പറയണം. കറാമത്ത് അല്ലാത്ത സിദ്ധികളെ ഇബ്നുൽ അറബി തങ്ങൾ എണ്ണി പറയാൻ. ഒന്നെന്താ പറഞ്ഞത്? മനഃശക്തി കൊണ്ട്. 2-ാമത്തെ പരിശീലനം കൊണ്ട് നേടിയെടുക്കുന്നത്. 3-ാമത്തെ എന്താ പറഞ്ഞത്? ഇൽമുൽ ഹുറൂഫ് ഉണ്ട്. 4-ാമത്തെ പറയുന്നത് ചില ദിക്റുകൾ പതിവാക്കൽ കൊണ്ട് അത്ഭുതങ്ങൾ കിട്ടുന്ന ചില ഇസ്മുകൾ. അപ്പൊ ചില ഇസ്മുകളും ദിക്റുകളൊക്കെ പതിവാക്കി വന്നാൽ അതിനും അയാൾക്ക് ഫലങ്ങൾ കിട്ടുന്ന. അല്ലാഹു ആ ദിക്റിൽ നിശ്ചയിച്ചിരിക്കുന്ന ഫലങ്ങൾ അയാൾ കാണാം. ആ ദിക്റുകൾ അയാൾ പതിവാക്കുമ്പോൾ അതിന്റെ ഫലം കൊണ്ട് അയാൾക്ക് ചിലപ്പോൾ അത്ഭുതങ്ങൾ അയാൾ വന്നേക്കാം. അത് ചെല്ലിയിട്ടില്ലെങ്കിൽ അത് ഉടനെ കട്ടാവുകയും ചെയ്യും. അപ്പൊ അതാണ് ചില ദിക്റുകൾ ചൊല്ലി ചില വാചകങ്ങൾ ഉരുവിട്ട് നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ ചില ഇസ്മുകൾ, ചില പ്രത്യേക ഇസ്മുകളോ വാചകങ്ങളോ ഉരുവിടുമ്പോൾ ഒരുപക്ഷെ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നേരിട്ട് അത്ഭുതം അയാൾക്ക് കണ്ടേക്കാം. അതല്ലെങ്കിൽ ചില ജിന്നുകളെ സേവ അയാൾക്ക് ലഭിച്ചേക്കാം. ഹാദിമീങ്ങളാകുന്ന ജിന്നുകൾ ആ ദിക്റിന്റെ അല്ലെങ്കിൽ ആ വാചകത്തിന്റെ ഹാദ്യമായിട്ട് വരുന്ന ആ ജിന്നുകൾ അയാളെ സേവിക്കും. അങ്ങനെയും അത്ഭുതങ്ങൾ കാണിക്കും. ഇത് വേർതിരിച്ചറിയാൻ സാധാരണക്കാരനെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മുസ്ലിയർക്ക് പോലും കഴിയൂല. ഇതെങ്ങനെ അറിയാം? എന്നിട്ട് ഇബ്നുൽ അറബി ഇത് വിവരിച്ചിട്ട് പറയുകയാണ്, ഇത്തരത്തിൽ ആർക്ക് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ അത് ഒന്നും തന്നെ അംഗീകരിക്കപ്പെട്ടതല്ല, വിലായത്തിന് തെളിവല്ല. ഇത്തരം അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ വലിയാകാൻ നിർബന്ധമില്ല, അതിന് നിബന്ധനയും ഇല്ല. ഈ വക വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾക്കൊക്കെ പഠിപ്പിച്ച ആളുകൾക്ക്, പഠിച്ച ആളുകൾക്ക്, അത് പ്രയോഗിക്കുന്ന ആളുകളിൽ നിന്നെല്ലാം അത്ഭുതങ്ങൾ കാണാം. പക്ഷേ സാധാരണക്കാരൻ അയാളെ വലിയായി കാണുന്നു. വലി എന്ന് പറഞ്ഞാൽ അതല്ല. ആരാണ് വലിയ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ. അതാണ് വലി എന്ന് പറഞ്ഞാൽ. ശൈഖ് എന്ന് പറഞ്ഞാൽ
ഒരു വിഭാഗം ആളുകളാണ്. ഖാലു, അവർ പറഞ്ഞു, റബ്ബുനല്ലാഹ്, അല്ലാഹുവാ ഞങ്ങൾ റബ്ബെന്നുറക്കെ പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമൂ, പിന്നെ അവർ ഇസ്തിഖാമത്തിൽ നിന്നു, അവർ അഥവാ ഒട്ടും തന്നെ വളയാതെ അവരുടെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും കൂടാതെ യാതൊരു നിലക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം പരിപൂർണമായും അവലംബിച്ചുകൊണ്ട് ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ ജീവിച്ച ആളുകൾ, അങ്ങനത്തെ ആളുകളാണ് അല്ലാഹുവിന്റെ മഹബ്ബത്തിൽ അവർ മുഴുകിച്ചേർന്നു. അവർക്ക് ഭൗതിക ലോകത്തെ ചിന്തിക്കാൻ അവർക്ക് സമയമുണ്ടായില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിനോട് കഠിനമായ സ്നേഹമാണ് കേട്ടോ. ഖുർആൻ പറയുന്നു അല്ലാഹുവോട് കഠിനമായ സ്നേഹമാണ്, അശദ്ധായ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൗതിക ലോകത്തെ അവർ മറന്നുപോയി. ഈ ഭൗതികത്തെ തന്നെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ആരെങ്കിലും പ്രശംസിച്ചാൽ അദ്ദേഹത്തിനോട് നന്ദിവാക്ക് പറയാൻ തനിക്ക് സമയമില്ല. തയ്യഴ്ത്തിയവനെയോ പുകഴ്ത്തിയവനെയോ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. തന്റെ ആദർശങ്ങളുടെ പ്രഖ്യാപിക്കണമെന്നുള്ള ആ ബോധത്തിന് തനിക്ക് സമയമില്ല. തന്റെ മനസ്സിൽ അല്ലാ 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 എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചു. അതുകൊണ്ടാണ് അത്തരക്കാരായ ഒറിജിനൽ ഔലിയാക്കൾ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്, പഠിച്ചവനെ നീ എങ്ങാനും എന്റെ അടുക്കലേക്ക് വന്നാൽ ഇത് ലൈല, എന്റെ ലൈല, എന്റെ പ്രിയപ്പെട്ട ആ പ്രാണപ്രേയസി, എന്റെ പ്രിയപ്പെട്ട എന്റെ സഖി, ആ പ്രാണസഖിയാകുന്ന അല്ലാഹു എന്റെ അടുക്കിലേക്ക് വന്നാൽ എന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളെ കൊണ്ടും എന്റെ പ്രാണസഖിയെ ഞാൻ ദർശിക്കും. ഈ പ്രത്യക്ഷ കണ്ണുകളെ കൊണ്ട് മാത്രമല്ല, ശരീരത്തിന്റെ സകല കോശങ്ങളെ കൊണ്ടും എന്റെ ആ പ്രാണസഖിയെ ഞാൻ ദർശിക്കുക തന്നെ ചെയ്യും. അവളെങ്ങാനും എന്നോട് സംഭാഷണം ചെയ്താൽ ഫകുല്ലി മസാമിയോ, എന്റെ ഓരോ കോശങ്ങളെ കൊണ്ടും ആ സൗണ്ട് ഞാൻ കേട്ട് സ്വീകരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്തുന്ന ആളാണ് വലിയ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഞാനല്ലാത്ത എന്റെ കൈപിടിക്കാത്ത ബാക്കിയൊക്കെ നരകത്തിലാന്ന് പറഞ്ഞു നടക്കുന്ന ഹമുക്കുകളല്ല. ഇതിനാണ് തരീക്കത്ത്. ഇപ്പൊ ശരീരത്തിന്റെ ക്ലൈമാക്സ് അതായി. ശരീരത്തിന്റെ ക്ലൈമാക്സ് എത്തിയപ്പോൾ എന്തായി? താൻ ഈ ലോകത്തെല്ലാവരെക്കാളും താഴ്ന്നവനാണെന്ന ബോധത്തിലേക്ക് എത്തി. ഞാൻ എല്ലാവരെക്കാളും താഴ്ന്നവനാണെന്ന ബോധത്തിലേക്ക് എത്തി. അപ്പൊ ജനങ്ങൾ തന്നെക്കുറിച്ച് ശൈഖല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമാ. അയാൾ ഈ ലോകത്തെ ഏറ്റവും വലിയ തെണ്ടിയാണെന്ന് ജനം മുഴുവനും പറയുന്നത് എനിക്ക് ഇഷ്ടമാ. ആരും തന്നെ ശൈഖ അംഗീകരിക്കുന്നില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടാൽ അത് എനിക്ക് ഇഷ്ടമാണ്. അതല്ലേ ബഹുമാനപ്പെട്ട റഈസുൽ സാഹിദീൻ ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ജനങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും തൃപ്തികരമായ, ഏറ്റവും സന്തോഷം നിങ്ങൾക്ക് ലഭിച്ച സന്ദർഭം ഏതാ? അപ്പൊ മൂപ്പര് പറഞ്ഞു, അതെ, ഞാനൊരു കപ്പലിൽ യാത്ര ചെയ്യേണ്ടി വന്നു ഒരിക്കൽ. ആ കപ്പലാണ്. അപ്പൊ എനിക്ക് എന്റെ വേഷം, മുടിയൊക്കെ ജടപിടിച്ച് ആകെ വസ്ത്രം മുഷിഞ്ഞ് ഒരു അരയുടുപ്പ് മാത്രമുണ്ട് എനിക്ക്. എന്റെ തലയിൽ കൂടെ പേനൊക്കെ ഇങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട്. ആകെ ചേറ് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ കപ്പലിലുള്ളത്. കപ്പലിലുള്ള മറ്റ് യാത്രക്കാരാവട്ടെ നല്ല ഹൈ ലെവൽ ഡ്രസ്സുകളൊക്കെ ധരിച്ച് നല്ല ആഭരണങ്ങൾ കാണിഞ്ഞ ആളുകളാണ്. കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് ഈ വേഷക്കാരൻ. എൻ്റെ അടുത്തിരിക്കുന്ന കുറെ ചെറുപ്പക്കാർ എന്നെങ്ങനെ തോണ്ടാനും പരിഹസിക്കാനും എന്റെ ജടപിടിച്ച മുടി പിടിച്ച് വലിക്കാനും ഒക്കെ തുടങ്ങി, കളിയാക്കാനൊക്കെ തുടങ്ങി. കാരണം ഒരു പഴഞ്ചൻ മനുഷ്യൻ, ഒരു അപരിഷ്കൃതൻ. അങ്ങനെ കപ്പൽ പുറപ്പെട്ടു. ഇടയ്ക്ക് വന്നപ്പോ സമുദ്രത്തിന്റെ അലയടികൾ വർദ്ധിച്ചു. ഓളങ്ങൾ വർദ്ധിച്ചപ്പോ കപ്പൽ മറിയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ കപ്പിത്താൻ മുന്നറിയിപ്പ് നൽകി, കപ്പലിന്റെ ഭാരം അല്പം കുറച്ചാൽ കപ്പൽ മറിയാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഈ കപ്പലിൽ നിന്ന് ഏതെങ്കിലും ഒരു യാത്രക്കാരൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ തയ്യാറാവണം. ഒരാൾ ചാടി അയാൾ മാത്രമേ പോകൂ, അല്ലെങ്കിൽ എല്ലാവരും പോകും. അതുകൊണ്ട് ബാക്കിയുള്ള ജീവന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരാൾ തയ്യാറാവണം. കപ്പിത്താൻ പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി. എന്താ അതിൻ്റെ അർത്ഥം? നീ ചാടറാന്നാണ്. ആരും ചാടാൻ തയ്യാറില്ല.
അവസാനം ഇബ്രാഹിം പറയാണ്, ഞാൻ ആ മൂലയിൽ ഇങ്ങനെ ഇരുന്നു, ജനങ്ങളുടെ കണ്ണുകളൊക്കെ എൻ്റെ മുഖത്തേക്ക് വന്നു. അപ്പേ സംഗതി എനിക്ക് പിടുത്തം കിട്ടി, എന്നെ പൊക്കിയിടാനുള്ളതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞതേ, ആ മൂലയിരിക്കണ ആ കാർന്നൂരുണ്ടല്ലോ, അയാൾ പാസ്പോർട്ടും വിസയും ഒക്കെ കഴിഞ്ഞ ആളാണ്, ഓവറായ ആളാണ്, അയാളെ നമുക്ക് ഈ കടലിൽ മുക്കിയിട്ടാൽ നമുക്കൊക്കെ രക്ഷപ്പെടാം. അത് പോയോണ്ട് ഇപ്പോൾ നാടിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഒന്നും വരാനില്ല. ആ കപ്പലുള്ള ജനങ്ങളെല്ലാവരും കൂടെ ഏകണ്ഠമായി അത് സമ്മതിക്കുക, ഇയാളെ പൊക്കിയിടാം. അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. വിനോദം പറയാം, അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാരണം എന്താ? അപ്പൊ ജനം ചോദിച്ചു, എന്താ അവിടുന്ന് അവിടുത്തെ ആ കടലിലേക്ക് ജനങ്ങൾ പൊക്കെറിയാൻ തീരുമാനിച്ചപ്പോൾ ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ കാരണം? അപ്പൊ പറഞ്ഞു, ആ കൂടിയ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിനും കൊള്ളരുതാത്തവനും ഏറ്റവും താഴ്ന്നവനും ഞാനാണെന്ന് അവിടെ കൂടെ ജനങ്ങൾ തീരുമാനിച്ചല്ലോ. എനിക്കതാണ് കേൾക്കേണ്ടത്, ആ മഖാമാണ് എനിക്ക് വേണ്ടത്. അതിന് അല്ലാഹുത്താല എന്റെ മുന്നിൽ ആ സന്ദർഭം എത്തിച്ചു തന്നല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു പോയി. ജനങ്ങൾ ജിജ്ഞാസ വെച്ച് എന്നിട്ടെന്തായി? എന്നെ അവരിങ്ങനെ പൊക്കി കടലിക്കിടാം. ഇങ്ങനെ പൊക്കിയപ്പോൾ തന്നെ തിരമാലകൾ അടങ്ങി. അതുകൊണ്ട് എന്നെ ഇട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടു. ഇതാണ് വലിയന്റെ മനസ്സ്. ഒരു ശൈഖനെ നിങ്ങളൊന്ന് കുറ്റം പറഞ്ഞു നോക്കി. അപ്പ ശൈഖ് പറയും, അവൻ കുരുത്തം കെട്ടവനാണ്, അവൻ ഗുണം പിടിക്കൂല, അവൻ രക്ഷപ്പെടൂല, അവനെ ഞാനുണ്ടല്ലോ, അവനെ ശരിയാക്കി തരാ. കള്ള ശൈഖ്, കള്ള മൂദേവി പറയണ്ട. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വഹാബത്ത് ആവശ്യപ്പെട്ട ഘട്ടത്തിൽ പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്നെ ഇവിടെ ലഅനായിക്കൊണ്ട് ജനങ്ങളെ ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. ഇന്നമാ ബുഇസ്തു റഹ്മത്തൽ ലിൽ ആലമീൻ. മുശ്രിക്കീങ്ങൾക്കെതിരെ ദുആ ഇറക്കാൻ സ്വഹാബികൾ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞെന്താ? മുശ്രിക്കീങ്ങൾക്കെതിരെ പോലും ലഅനത്ത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറല്ല, അതിനു വേണ്ടി നിയോഗിതരായ ആളല്ല ഞാൻ. എന്നെ റഹ്മത്തുൽ ആലമീൻ നിയോഗിച്ച ആളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഈ ഹബീബിന്റെ പാത പിൻപറ്റിയവരാണോ ഇവര്? എത്രയോ ഇബാറത്തുകളും തെളിവുകളും പറയാനുണ്ട്. പക്ഷേ സമയം കുറച്ചോ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഈ ശൈലിയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. അതല്ലെങ്കിൽ ആധികാരികമായിക്കൊണ്ട് നിരവധി ഇബാറത്തുകൾ തന്നെ പറയാനുണ്ട്. കിതാബുകളിൽ നിന്ന് നക്കലുകളൊക്കെ നിരവധി പറയാൻ. ഒരു ആകത്തുക, ഒരു സംക്ഷിപ്ത രൂപം ഈ ചുരുങ്ങിയ വേളയിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചത്. അപ്പൊ നാം മനസ്സിലാക്കണം, ആദ്യം അടിസ്ഥാനപരമായി നാം ചിന്തിക്കേണ്ടത് ശരീഅത്താണ് ഏറ്റവും ഉന്നതമായത്. തരീഖത്ത് ശരീഅത്തിനെ താങ്ങി നിർത്താനുള്ള ഒരു അത്താണിയാണ്. അല്ല, ശരീഅത്തിനേക്കാൾ അത്യുന്നതമല്ല തരീഖത്ത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ ഇൽമിന്റെ അഹലുകാർക്കാണ് പ്രാധാന്യം കൂടുതലും, ശരീഅത്തിന്റെ ആലിമീങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ, അല്ലാതെ ഔലിയാക്കന്മാർക്കല്ല. ശരീഅത്തിന്റെ നിയമങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കള്, ബഹുമാനപ്പെട്ട മഹാനായ കാന്തപുരം ഉസ്താദിനെ പോലുള്ള ആലിമീങ്ങൾ, അങ്ങനത്തെ ആലിമീങ്ങളെ കവച്ചു വെക്കാൻ ഈ ലോകത്തൊരു വലിയനും സാധ്യമല്ലെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. മനസ്സിലാക്കണം, ആരുടെ ഈ ഔലിയാമെന്ന് പറഞ്ഞ് വരണവൻ ഇവിടെ? ശരീഅത്തിന്റെ ആലിമീങ്ങളെ അവഹേളിക്കാൻ എവനോട് ഔലിയ? ഒരു ഔലിയാക്കും അതിവിടെ വോയിസ് ഇല്ല, അതിന് ആംബിയറില്ല. അവന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനും ഹദീസിന്റെയും വെളിച്ചത്തിൽ എന്നല്ല, ബഹുമാനപ്പെട്ട ആരിഫീങ്ങളുടെ കിതാബിന്റെ വെളിച്ചത്തിൽ തന്നെ ഇവിടുത്തെ സാധാരണ ശരീഅത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ, അത് അവർക്കെതിരെ പറയാൻ ഈ ലോകത്തോരൊറ്റ വലിയ ആംബിയറില്ല. അതാണ് തരീഖത്ത് എന്ന് പറഞ്ഞ. ആലിമീങ്ങളെ പിന്നിൽ അവരെ ചെരുപ്പെടുത്ത് നടക്കാനേ ഔലിയാക്ക് കഴിവുള്ളൂ. അതാണ് ആലിം. ഹംബലി ഇമാമിന്റെ അടുക്കൽ ഇമാം ഹംബലി റളിയല്ലാഹു തആല കാണാൻ നേരത്തെ പറഞ്ഞ റഈസു സാഹിദീൻ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങോട്ട് കാണാൻ വരിക. ഇന്ന് അങ്ങനല്ല, ആളുകൾ അങ്ങോട്ട് ചെന്നോളണം മൗലിയാരുടെ അടുത്തേക്ക്, ഔലിയ ഇങ്ങോട്ട് കാണാൻ വരിക. ആരെ? മൗലിയാരെ കാണാൻ. മൗലിയാരെ കാണാൻ ഇത്രയും വലിയ റഈസു സാഹിദീൻ വന്ന് അകത്ത് ചെന്ന് ഹംബലി ഇമാമിനോട് പറഞ്ഞു, ഇവിടുന്ന് എന്നെ കാണാൻ ആ ഇബ്രാഹിം വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ മുമ്പ് പുറത്തേക്ക് വന്നിട്ട്
നിങ്ങളാണ് ഇബ്നു അദ്ദേഹം സലാം ചൊല്ലി മടക്കി, നിങ്ങളാണ് ഇബ്നു അദ്ദേഹം, അതെ ഇയാളാണ് ആ സൂഫി എന്ന് പറയുന്ന ആളില്ലേ, അല്ല ഹംബലി ഇമാം, ഇയാളാണ് ആ സൂഫിയായിട്ടാണ് ആളെന്ന് പറഞ്ഞത്. അതെ. അപ്പോളേ കാര്യം സൂഫിയാണെന്നൊക്കെ ശരിയാണ്, ശരീഅത്ത് വിട്ട് കളിക്കരുത് കിട്ടാന്ന് ഫസ്റ്റിലെ വാക്കാണ്. ആര്? ഹംബലി ഇമാമേ ഇബ്നു അദ്ദേഹമിനോട് ശരീഅത്ത് വിട്ട് കളിക്കരുത് കിട്ടാം. അപ്പൊ ആരാ വലുത്, ഇബ്നു അദ്ദേഹമോ ഹംബലി ഇമാമോ? ഹംബലി ഇമാമിന്റെ അടുത്തേക്കെത്താൻ പോലും ഇബ്നു അദ്ദേഹമിന് ഫളീലത്തില്ലെന്ന് വിശ്വസിക്കേണ്ടവരാണ് സുന്നികൾ. അതാണ് ആലിമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ സകല ഔലിയാക്കളും ആലിമീങ്ങളെ മുറുകെ പിടിച്ചത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു വെട്ടിത്തുറന്ന് പറഞ്ഞു, ഇല്ലം യകുനിൽ ഉലമാഉ ഔലിയാ ലില്ലാഹി ഫലൈസ ലില്ലാഹി വലിയുൻ. ഉലമാക്കൾ അള്ളാന്റെ ഔലിയാക്കളായിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ ഒരൊറ്റ വലിയും ഇല്ലെന്ന് പറയണം. ആദ്യത്തെ വലിയ ഉലമാക്കളാ. അപ്പൊ സാധാരണക്കാരന്റെ ചിന്ത, ഈ സാധാരണക്കാരനായ ആലിം ഈ ഉലമാക്കൾക്ക് പിന്നെന്താ കറാമത്ത് കാണിക്കാത്തത്? അവരെ കറാമത്തിനാണ് ഇപ്പൊ ഈ പ്രസംഗിക്കുന്നത്. ഒരാലിമ് കാണിക്കുന്ന കറാമത്ത് നിങ്ങളെ കൊണ്ട് ഒറ്റ ഇങ്ങനെ പ്രസംഗിക്കാൻ ഏറ്റവും വലിയ കറാമത്തപ്പോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കണ്ട നിയമങ്ങളും ഇക്കണ്ട ഈ വാർത്തകളൊക്കെ ഇപ്പൊ എന്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറയുകയാണ്, കിതാബ് നോക്കാണ്ട് ഞാൻ പറയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊണ്ട് വിഷയം അവതരിപ്പിക്കുകയാണ് ഞാൻ. അതെന്റെ കറാമത്താണ്. ഇതുപോലെ ഈ ലോകത്തുള്ള ആലിമീങ്ങൾ ആരൊക്കെ പ്രാസംഗികന്മാരുള്ളതൊക്കെ അവരുടെ കറാമത്ത് തന്നെയാണ് കാണുന്നത്. എന്താ അത് ചിന്തിക്കാത്തത്? മണ്ണാങ്കാട്ട നിങ്ങൾക്ക് അത്ഭുതം കൊണ്ട് കാണിച്ചാലേ അംഗീകരിക്കും. ഇതൊന്നും കറാമത്തല്ലേ? ഇതൊന്നും കറാമത്തല്ലേ? ഇതൊക്കെ കറാമത്തല്ലേ? ബഹുമാനപ്പെട്ട സീഫന മഹാനായ കാന്തപുര ഉസ്താദ് അത്ര ഏത് ഔലിയാണ് ഇങ്ങനെ അത്ഭുതം കാണിച്ചേക്കണം? 10,000-കണക്കിന് മക്കളെ പഠിപ്പിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ മാത്രം ആ ഒരൊറ്റ മനസ്സിന് കഴിഞ്ഞുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കറാമത്ത്. പിന്നെ എവിടെയാണോ ഇവിടെ കറാമത്ത്? ഞാൻ ചോദിക്കട്ടെ, നിന്നൊന്ന് തലോടിയപ്പോ നിന്റെ ഗ്യാസ് സ്റ്റബിൾ പോയി, അതാ കറാമത്ത്? അതാ കറാമത്ത്? അതാ കറാമത്ത്? എന്നിട്ട് ഇവിടെ ഉലമാക്കൾക്ക് കറാമത്തില്ല, ഉലമാക്കൾക്ക് കറാമത്തില്ല. ഇതുപോലെ ആയിരക്കണക്കിന് ഉലമാക്കളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ആലിമീങ്ങൾ നാവുകളെ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ അതിലും വലിയ കറാമത്ത് എന്തോ? അതിനകത്ത് ഇവിടെ പറഞ്ഞു നടക്കുന്ന ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ഇസ്ലാമിക ശരീഅത്തിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട് പഠിപ്പിക്കുകയും ആലിമുകളെ തെറിപറയുകയും ചെയ്യുന്ന ആളുകളെയാണ് വാർത്തെടുക്കാൻ കഴിയുന്നത് എങ്കിൽ അപ്പോൾ ഉലമാക്കൾക്ക് കറാമത്തിന് ഇതാണ് ഉലമാന്റെ കറാമത്ത്. ഇതുപോലെ എത്രയെത്ര കറാമത്തിൽ കാണിക്കുന്നുണ്ട് ഇവര്. ഈ കിതാബൊക്കെ ദർസുകാത്തത് കറാമത്ത് തന്നെയല്ലേ? ഏത് വാർത്ത വായിച്ചാലും ഉസ്താദിന് അപ്പം അർത്ഥം പറഞ്ഞ് ആ ഹല്ലാവാത്ത് ഉടനെ ഹല്ലാവത്തൊക്കെ ഒരു തരം കറാമത്ത് അള്ള പറഞ്ഞിട്ട് ഉലമാകന് കറാമത്ത് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അയാളെ ഞാൻ ദീനിൽ ഒരു ആലിമാക്കും. യുഫഖിഹു ഫിദ്ദീൻ, അവന് വലിയാക്കുന്നല്ല പറഞ്ഞു, യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഒരു ആലിമാക്കും. എന്നിട്ടോ വയുൽഹിംഹു റുഷ്ദഹു, അയാൾക്ക് ഞാൻ ഇൽഹാം കൊടുക്കുകയും ചെയ്യും. അതല്ലേ കറാമത്ത്? ഈ കറാമത്ത് ഔലിയാക്കൾക്കുള്ളതാണ് ഇൽഹാം എന്ന് പറഞ്ഞാൽ. ആ ഇൽഹാം ആലിമുണ്ടാകുന്ന റസൂലുള്ള പഠിപ്പിച്ച ഹദീസ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതല്ലേ? അപ്പൊ അവിടെ ഉലമാക്കൾക്ക് കറാമത്തില്ല എന്ന് പറഞ്ഞ ശരിയില്ല. പക്ഷേ കറാമത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ പ്രത്യക്ഷ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള ഇവർ കാണിക്കുന്ന അത്ഭുതമായ കറാമത്ത്. ഇവിടെ ഇപ്പോൾ ആലിമിന്റെ കറാമത്തല്ലേ കണ്ടത്? നമ്മൾ പേരോട് ഉസ്താദിനെ ഈ യോഗത്തിന് ക്ഷണിച്ച ഇല്ല, ഇവിടെ നിങ്ങൾക്ക് ഉപദേശം തന്നില്ല, അത് ആലിമിന്റെ കറാമത്താണ്. എന്താ അത് മനസ്സിലാക്കാത്തത്? ആ സന്ദർഭത്തിൽ മൂപ്പർ ഇവിടെ എത്തുകയും അള്ളാഹുവിന്റെ നിശ്ചയം അനുസരിച്ച് ആലിമിന്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് 2 വാക്ക് കിട്ടുക എന്നുള്ളത് അള്ളാഹു ഇൽമിന്റെ കറാമത്ത് ഇവിടെ കാണിച്ചതാണ്. എന്താ സമ്മതിക്കാൻ തയ്യാറല്ലേ? ഇപ്പോൾ എത്ര കറാമത്തുകൾ, 1000 കറാമത്തുകൾ, പക്ഷേ ബുദ്ധി ഉൾക്കൊള്ളുന്നില്ല, ബുദ്ധി മനസ്സിലാക്കുന്നില്ല. ശരിയായി ചിന്തിക്കണം. അതാണ് ശരിയായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയൂ. ബഹുമാനപ്പെട്ട മഹാനായ സുജായി മൊയ്ത് മുസ്ലിയാർ പറഞ്ഞ ഒരു വൈരടികൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ബാങ്ക് ഇപ്പോൾ കൊടുക്കാൻ മുമ്പ് കുറച്ച് പണികളും കൊണ്ടുണ്ട്. എന്താ മുമ്പ് പറഞ്ഞെന്നറിയാമോ? അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ, ജനൊരു ചെറു മനുഷ്യൻ വലിയ ആലമുനിലേ
ചുരുണ്ട് കിടപ്പിതിവിധം നൽ ഉലമകൾ ചൊൽത്തനിലേ ഉറിയിൽ തൈരീരിക്ക് കണ്ട് ഊരിൽ വെണ്ണ തിരകൈ അതിശയമാമിതുകൾ നിന്റെ അകക്കൺ വെളിച്ചൊരുകൈ നിറകുടം തൻ ചുമലിലേറ്റി കുടിനീർ തിരൈണ്ട് നടവേ നിജവിളക്ക് തെളിവിൽ വൈത്ത് തിരൈണ്ട് നടവേ. എല്ലാം നിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ നിന്റെ ബുദ്ധി നീ മനസ്സിലാക്കണില്ല, നിന്റെ ബുദ്ധി അത് നീ ചിന്തിക്കണില്ല. അതുകൊണ്ട് യഥാർത്ഥ ബോധത്തിൽ ശരീഅത്തിനെ മുറുകെ പിടിക്കുക. അപ്പൊ തരീക്കത്ത് തനിയേ വന്നോളും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു ശൈഖനൊന്നും അന്വേഷിച്ച് പോകണം. നേരത്തെ നൗഷാദാസിന് പറഞ്ഞതുപോലെ അത് വലിയ വാക്കാണ് സുലൈമാൻ ഉസ്താദ് പറഞ്ഞത്. പഠിപ്പിച്ചത് ഒരു ഉസ്താദ്, സ്വർഗത്തിക്കറ്റം വേറൊരു ഉസ്താദ്. വളരെ അർത്ഥവത്തായ വാക്കാ. ആ അതിലും പഠിപ്പിച്ച ഉസ്താദ് തന്നെ സ്വർഗത്തേക്ക് അർത്ഥട്ടെ. നമ്മളെ പഠിപ്പിച്ച ഉസ്താദ് തന്നെ സ്വർഗത്തിൽ. അതാണ് ഏറ്റവും വലിയ ശൈഖ്. പിന്നെ ആ ഉസ്താദ് പറയും വേറെ ആളെടുത്ത് എന്തെങ്കിലും വിജാത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നിങ്ങൾ ദിക്ർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഉസ്താദ് പറഞ്ഞാലേ ചെയ്യാവൂ. അല്ലാതെ ചെയ്താൽ ജല്ലത്തിലാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439. മൊബൈൽ 94478-45627.